അപ്പോൾ നമ്മളെ നാട്ടിൽ 2 ബിരിയാണികൾ വെച്ചു. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ബാക്കി ഇന്ന് നമ്മളെ ഒരു വെറൈറ്റി ആയിട്ട് നെയ്ച്ചോറും കോഴി പൊരിച്ചതും. അതായത് ഫസ്റ്റ് ബിരിയാണി വെച്ചത് മസാല നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ ഉപ്പുമാവായി. രണ്ടാമത്തെ നല്ല രസമുണ്ടായിരുന്നു. ആ മീൻ ചേമീൻ അടിപൊളി. ചോറ് ചമ്മന്തിയായി. അല്ല ചോറ് രസമുണ്ടായിരുന്നു. ഇത് തിന്നല്ലേ രസം. നമ്മള് വെറൈറ്റി ആക്കിയിട്ട് നെയ്ച്ചോറും കോഴി പൊരിച്ചതും ഞാനുണ്ടാക്കണം. അസിസ്റ്റന്റ് ബാബുട്ടിന്റെ ഇന്നത്തെ ഫുള്ള് സ്പോൺസർഷിപ്പ്. അതെ. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ നമ്മൾ വേറെ ബാപ്പുട്ടിയൊക്കെ വരാണ്ട്. ബാപ്പുട്ടി അപ്പാപ്പ വരാണ്ട്. വേറെ ആരൊക്കെയല്ലേ നമ്മള് 20 ആൾക്കാരുണ്ട്. ബിനോ ബാബാ പണി ലീവാക്ക്. അടുത്ത് പെൻസിലൊക്കെ വ്ളോഗ് പറഞ്ഞപ്പോൾ ഒന്ന് നടത്തത്തിന്റെ സ്റ്റൈലൊന്ന് മാറ്റി. പറ്റല്ലേ? നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ നാടാണ്. അതായത് ഈ ഏരിയനെ കുറിച്ച് കാളിയത്ത് ആരെങ്കിലും ഈ വീഡിയോ കണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ? ഇതായിരുന്നു ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിനും ഫുട്ബോൾ കളിച്ചിനും നമ്മളെ ചെറിയ ഗ്രൗണ്ട്. ഇവിടെയാണ് പോസ്റ്റ്, ഇവിടെ 2 സൈഡിൽ. ഇത് ജമാഅത്ത് മദ്രസ്. പിന്നെന്ത് ചെയ്തു, അവിടെയാണ് നമ്മളെ മെയിൻ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടാണ് ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളത്. അത് വേറെ ആരുടെ ഭൂമിയായിരുന്നു, അവിടെയാണ് നമ്മൾ കളിച്ചിരുന്നത് അല്ലേ. ആ ഗ്രൗണ്ട് പോയി. അതായത് മഴ പെയ്ത് കഴിഞ്ഞാലും വെയിലായാലും ഒരു പ്രശ്നമില്ല. ഒരുപാട് പ്ലേയേഴ്സിനെ പറയാൻ പറ്റുന്നില്ല, എല്ലാവരും വിയർക്കാൻ വേണ്ടി പോയി കഴിച്ചിരുന്നു ആ ഏരിയ. ഇപ്പം നമ്മളെ ഗ്രൗണ്ട് വേറെ ഗ്രൗണ്ടാണ്. ഞാൻ കാണിച്ചത്. ഒരു പണിയെടുക്കാതെ പൊന്നിക്കണുണ്ടോ അവിടെ? എന്നാ പോവാ. അതെ പണ്ടാരി भाई जल्दी आजा. मुरादाबादी है ना? नहीं. क्यों? वो मेरे को थोड़ा मुडल है. നടക്ക്. ആരിഫേ വ്ളോഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരെ നടത്തത്തിന്റെ സ്റ്റൈലൊക്കെ മാറും. രണ്ടാളത് പിന്നെ അവനും ആരിഫ് അസീസും ആണോ? ഇവരെ നടത്തത്തിന്റെ സ്റ്റൈലൊക്കെ മാറി. ഇപ്പോൾ അവിടെ വളക്കി വീണു. ജസീൽ ഷിക്കോർ മുത്തോ പ്രിയപ്പെട്ടവരെ, ഇത് പണ്ട് ഞാന് ഇവിടെ ഈ ഏരിയയിൽ എൻ്റെ വീടുണ്ടായിരുന്നു പണ്ട്. ആ ഏരിയയിൽ അതായത് മറച്ചിട്ടി കണ്ട് നമ്മൾ താമസിച്ചിരുന്ന ഒരു കാലത്ത്, വീടൊന്നും ഇല്ലാത്ത സമയത്ത് വാടക വീട്ടിലൊക്കെ വെച്ചിട്ട്. അതൊരു കാലം. അതായത് അത് ഇവിടെ എവിടെയായിരുന്നു. അതായത് ഇഞ്ചൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ സാമ്പത്തികമില്ലാത്ത അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. ഇന്ന് നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവസ്ഥ. അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയണ്ടേ. ഇത് നമ്മളൊക്കെ ഇപ്പോൾ പുതിയ വീട് വന്നു. ഇവിടെ ഇപ്പോൾ അൽഹംദുലില്ലാ, ഞാൻ നേരത്തെ പറഞ്ഞ പട്ടിണി പായരല്ലോ കേട്ടോ. എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ലൈഫ് ടേണിങ് അല്ലെങ്കിൽ ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കാറും ബൈക്കും സ്ഥലങ്ങളും കാര്യങ്ങളും വാങ്ങി ഉണ്ടാക്കിയതല്ല. അതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് ഒരുപാട് ഇന്നറിയുന്ന ആളുകൾക്ക് അറിയുണ്ടാവും. എൻ്റെ കൂടെ പഠിച്ചല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് അറിയുന്ന സുഹൃത്തുക്കൾക്ക് അറിയുണ്ടാവും. അതുപോലെ ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വന്നാൽ അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയണ്ടേ. നേരിട്ട് കാണുമ്പോൾ ഒക്കെ ഇതുണ്ടോ ചളി കഴിക്കണ ആകെ. ഇന്ന് ബാപ്പുട്ടി 6 അടിച്ചിരിക്കണം ഇവിടെ. എടാ പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചന്തിക്കാണ് പുലി കടിച്ച. പുലിയല്ല. ഇത് നല്ല വിയർക്കുണ്ട് കേട്ടോ. സംഭവം നല്ല കൊടൂര മഴയാണ്. ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നല്ല രസമായിട്ടില്ല. ഇന്നലെ രാത്രി ഇല്ല, ഒരു ഇളം അരുവി നമ്മുടെ നാട്ടിലുള്ളത്.
അതിലും വലിയ ചട്ടി വേറെ വേറെ ചട്ടി വലുതിന്റെ കൊണ്ടുവന്നു. വെള്ളം നല്ല വെള്ളം. അപ്പൊ നമ്മള് ചിക്കൻ കഴുകുന്ന പ്രോസസ്സിലാണ്. നിസു, ഇതിനെ കുറിച്ച് സംസാരിച്ചൂടെ? ഓക്കെ, ഇതിങ്ങനെ വെള്ളം കൊണ്ടാണ് കേൾക്കല്ലേ? അപ്പൊ നമ്മള് നല്ല ചിക്കൻ ഇവിടെ ഇങ്ങനെ രണ്ടടുപ്പ്, ഒന്ന് ചിക്കൻ പൊരിച്ചാനും കറി എന്തിനാ? നെയ്ച്ചോറാണിപ്പോ നിസാമേ? ബിരിയാണി അല്ലേ? നെയ്ച്ചോറാണ്. ഹൈവ ഹൈവ. അപ്പോ നല്ല ചക്ക ഉണ്ട് ഇവിടെ. പുലിയൊക്കെ വരാനുള്ള സാധ്യതയുള്ള ഏരിയ ആണോ സുഹൃത്തുക്കളെ? ഇതൊന്നും നോക്കിക്കാൻ വേണ്ടിട്ട് പോവാ. ചിഞ്ചുവിനെ കൊണ്ട് ആരും ഏറ്റിക്കാൻ പാടില്ല കേട്ടോ. വള്ളത്തില് ചാണകം. അപ്പൊ വള്ളത്തില് ചാണകം ഇട്ടാണ് നമ്മള് ഇത് മാറ്റണ്. നമ്മള് വള്ളത്തില് ചാണകം വന്നോണ്ടേ നമ്മള് നേരെ അവിടേക്ക് കഴുകാൻ വേണ്ടി പോട്ടോ വീട്ടിൽ. ഇതിങ്ങല്ലേ അടുപ്പ് ഇങ്ങനല്ല, അടുപ്പ് ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ സെറ്റ് ചെയ്യണോ ഒരടുപ്പ്. ഇങ്ങനെ നിൽക്കുവേ 3 ഇതന്നോ എൻ്റെ വാപ്പ പണ്ടാരിയേനു. നമ്മൾ ചെമ്പ് ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. അടുപ്പ് സെറ്റായി. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? വിറക് വെക്കും, ചിക്കൻ ഉണ്ടാവും. അങ്ങനെ വിറക് എത്തി തുടങ്ങി. നടത്തത്തിനൊക്കെ ഒരു മാറ്റം വന്നു. 2 വിറകെടുത്തപ്പോ മസിലാണ് കാണ്. ഒന്നുകൂടി റൗണ്ട് കൂടി കൊണ്ടുവരേ. കരിവേപ്പില. ഇത് പറ്റേ, ഇത് ചിക്കൻ പൊരിച്ചാ കറക്റ്റാ. കൈ കുടുങ്ങി. കത്തി മൂർച്ചല്ല. പ്രാചീന കാലഘട്ടത്തിൽ നമ്മൾ പാറം വരുത്തിട്ട് അത് മൂർച്ച കൂട്ടിന്. ഇപ്പൊ നമ്മൾ കത്തിമേ അല്ല, ഇത് ഞാൻ സത്യത്തില്ലേ നോളായും പറയല്ലോ, ഇത് കാര്യത്തിലാണ്. അവിടെ ഒരു ചെറിയൊരു വൈറ്റ് വിടുന്നോ ആണേക്കാ 2 വാക്ക് സംസാരിക്കും നമ്മൾ വ്ളോഗില്. പണ്ട് നാണയക്കാരെന്ന് കുറെ ചീത്തട്ടിന് മാങ്ങ എറിഞ്ഞിട്ട് പൊരുത്തപ്പെട്ടിട്ടൊക്കെ. നാടൻ മാങ്ങ എറിയും. ഉടുന്നുണ്ട് എറിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇരിക്കും. ഇപ്പൊ മാങ്ങണ്ടേ? ഗ്രൗണ്ട് ഉണ്ടായപ്പോഴേനും ഒക്കെ പൊരുത്തപ്പെട്ടിട്ടോ. അല്ലേ ഇത് മൂർച്ചം കൂടി ആണോ? കണ്ടോ, അത് മൂർച്ചം കൂടി ഉണ്ടോ? ഫുള്ള് നീന്താൻ പോയി കണ്ടേ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡ് ആയിക്കണം. അപ്പോൾ കുക്കിങ്ങിലും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സഹായ സഹകരണങ്ങളാണ്. നിസാമാണ് മെയിൻ കുക്ക്. നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ടില്ലേ? അപ്പോൾ സമയം 1:15 ഇപ്പം തുടങ്ങുകയാണ് നമ്മൾ. അപ്പം നല്ല പോലെ ഉള്ളി അരിഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പിടിക്കുന്നു. ഈ കത്തി ചെറിയൊരു മൂർച്ചം കമ്മി ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഞാൻ മൂർച്ചം കൂട്ടിയോണ്ട് മൂർച്ചം കുറവുണ്ട്. മൂർച്ചുണ്ട് ഇപ്പോൾ. ഉള്ളി അരിയണ ആണോ പിടിക്കുക. സംഭവം കുക്കിംഗ് ഒക്കെ വളരെ സിമ്പിളാണ് സുഹൃത്തുക്കളെ. എങ്ങനെയത് പഠിക്കാമോ? നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ജോലി ആവശ്യാർത്ഥമോ പഠനാവശ്യാർത്ഥമൊക്കെ പുറത്തേക്ക് പോകുമ്പോഴേ
അവിടെ നിന്ന് കണ്ടിട്ട് പെടൂലേ, അങ്ങനെ പഠിച്ചു. നമ്മളാദ്യം കുക്ക് ചെയ്യലുണ്ട്, പക്ഷെ കുറച്ചൊക്കെ ഒരു നൈസായിട്ട് ചെയ്യൽ തുടങ്ങിയത് ഇതേപോലെ പുറത്ത് നിൽക്കൽ തുടങ്ങിയതിന് ശേഷമാണ്. ആദ്യമൊക്കെ ഉണ്ടാക്കി കുറേ പാളും, ഉപ്പ് കൂടും, ഉപ്പല്ല വേവ് കൂടും, അത് കൂടും ഇത് കൂടും, ചോറുണ്ടാക്കും ഉപ്പുമാവും അങ്ങനെ. ഇപ്പം നമ്മൾ നൈസായിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യണം. നല്ലൊരു കത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സീന് കാണുന്നു. പക്ഷേ ഇങ്ങനെ വെക്കുന്നു, ഇതിൻ്റെ ഈ തുമ്പ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതാക്കും. ഇങ്ങനെ ഞാൻ അങ്ങോട്ടൊക്കെ നോക്കിയാണ്ട് ഇങ്ങനെ ഉള്ളി അരിയും. ഇത് നല്ല കത്തിൻ്റെ ഉണ്ടല്ലോ, നല്ല ഫാസ്റ്റിൽ കണ്ടോ. ഇത് വെറുതെ കട്ട് ചെയ്ത് ഇങ്ങനെ വരണം, നല്ല സ്ലൈസായിട്ട് ഫടാഫട് കട്ട് ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വിടും. പക്ഷെ അതിന് കിട്ടണമെങ്കിൽ ഇങ്ങനെ സാധനം കിട്ടണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയുമോ, ഇങ്ങനെ സ്റ്റേണായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ സാധനം ഉണ്ടാക്കി വെക്കുക കണ്ടോ. ഇതിവിടെ വെക്കുക, ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ അടി, അപ്പോൾ കറക്റ്റ് കിട്ടും കണ്ടോ. കണ്ടോ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരും. ഇങ്ങനെ പക്ഷെ എന്താ പറയുക, ഇതിങ്ങനെ ഇതിപ്പോൾ എൻ്റെ കാലുണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കുക. ഈ സാധനം എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മളിങ്ങോട്ട് കളയും. സംഭവം നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല വീർക്കുണ്ട്. ഇതിനിടയിൽ വലുതൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ എടുത്തിട്ട് നോക്കും, ഇങ്ങനെ പാത്ത് വെക്കാം. ഇനി അടുത്തത് അത് നോക്കും, കട്ട് ചെയ്ത് കൊടുക്കാം. മെഷീൻ കട്ട് ചെയ്യുന്നേ. നെയ്ച്ചോറ് വെക്കല്ലേ. നമുക്ക് കട്ടിങ് ചെറിയ രീതിയിൽ വലിയതും ചെറിയതുമായ പീസ് വരും. അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് സ്പീഡ് കുറച്ചിട്ട് ചെയ്യും കട്ട് ചെയ്യും. നേരെ സർഫേസിലാണ് വെച്ച് വെക്കുന്നതെങ്കിൽ നമ്മൾ നേക്കാൻ സുഖമേ. ഇതെന്ത് ചെയ്യും, ഇനി ഇതിലുള്ള ഇഞ്ചി ഒലിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കേട്ടോ. ഇഞ്ചി പ്രൊഫഷണലായിട്ട് എത്ര ഇഞ്ചി വേണം? ഓക്കെ, ഇത് കറക്റ്റ് കൗണ്ടാ. ക്യാരറ്റും ഞാനറിയാം, തക്കാളി ഞാനറിയാം, വെളുത്തുള്ളി നിങ്ങൾ തേക്കണേ. ഇഞ്ചി, ക്യാരറ്റ്, ടൊമാറ്റോ നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് പോവാണ്. ചെയ്ത് അല്ലേ പവറുണ്ട്. മീൻ ചുട്ടം തന്നെ എത്ര ഒഴിച്ചു പൊന്നോ, എന്താ പറയാ നീ? അല്ല ബാപ്പുട്ടിയുടെ നമ്മള് ഇത് നല്ല രീതിയിൽ എടാ ഒരു ഇഞ്ചി പോയി, ഒന്നും പോയിട്ടില്ല. ഒരു ഇഞ്ചി കുറച്ച് വെള്ളയിൽ നിന്നോട്ടെ. ചിഞ്ചോ മരപ്പല കടിക്കാം. ബാ ഇവിടെ ചിക്കന്. എടാ നിയാസ് ബിനോ നോക്കേ, ബിനോ അവിടെ ഒരു പാത്രം എടുത്തരോ. നമ്മൾ ആദ്യം ക്യാരറ്റ് സമയം ചെറുതാക്കിയല്ലേ അറിയണ്ട്. ക്യാരറ്റ് എങ്ങനെ വട്ടത്തിലാ? വട്ടത്തില്ല, ചതുരത്തിലാക്കാം. ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ. ഓടിക്കുക ക്യാരറ്റ്. എന്ത് സംഭവേ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇടങ്ങേറാക്കല്ലേ. സത്യത്തിൽ പെൺകുട്ടികളെ അവസ്ഥ വെച്ച് ഇതേപോലെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മളിങ്ങനെ പോണ മാതിരിയായി.
കുറേ പെൺകുട്ടിയാൾക്ക് ഓലിക്ക് ഇങ്ങനെ ഒരു എത്ര ഇതാണെന്നുണ്ടെങ്കിൽ ഓല് ഈ ഒരു വൈബിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും അങ്ങനെ ഇറങ്ങണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ വൈബാണത്. ഓലിങ്ങനെ വീട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നേ എല്ലാവരും ഇല്ല കേട്ടോ. ഞാനൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഓള് കുക്ക് ചെയ്യാനുള്ളൊരു മെഷീനൊന്നും ആവില്ല. അത് കുട്ടികളുടെ കെട്ടിച്ചെന്നോളി. എന്തൊക്കെ നല്ല മനസ്സിലെ ചെക്കനെ കിട്ടുന്നത്. അപ്പോൾ കല്യാണം നോക്കില്ല സുഹൃത്തുക്കളെ, വെറുതെ ഇങ്ങനെ ഓരോരോ വൈബിൽ പറയണം. കുറേ ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ കടമ്പകൾ താണ്ടിയിട്ടേ നമ്മൾ കല്യാണം കഴിക്കുള്ളൂ. അടി നല്ലൊരു വൈബിലൊരാളെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഇതാവും. പിന്നെ നിസാമ 2 വേണോ? 1 മതിയോ? ക്യാരറ്റ് ഇപ്പം ക്യാരറ്റ് ഉപ്പേരിയ ബിരിയാണി. ക്യാരറ്റ് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. ഉള്ളിൽ കൂടെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കട്ടിങ്. ഇനി ഇങ്ങനെ ചിലപ്പോൾ ചെമ്മ കാണുമ്പോൾ ഇങ്ങനെ ഇടങ്ങാറുണ്ടാവും. കാരണം കൈ ഉപ്പത്തട്ടും കയറി ഇങ്ങനെ വെക്കും. തട്ടൂലമ്മ കറക്റ്റ്. അടുത്ത നമ്മൾ തക്കാളി ഇടും. തക്കാളി എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. ഇനി അടുത്ത് തക്കാളി അരിയുമ്പോൾ ഒലിക്കാൻ സാധ്യതയുണ്ട്. നല്ല ഇങ്ങനെ ഒരു നൈസായിട്ട് കുറുകെ വരെ ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ വീട്ടിൽ വെണ്ണൂറില്ലേ, ആ വെണ്ണൂറിലൊക്കെ നോക്കിക്കൊണ്ട് ഈ തക്കാളിൻ്റെ ഈ സാധനമല്ലോ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും ദഹിക്കാത്തൊരു സാധനമാണല്ലോ തക്കാളിൻ്റെ തോല്. ഒരുപാട് സയൻറ്റിഫിക് സ്റ്റഡീസ് അതിനെ കുറിച്ചുണ്ട്. സീരിയസ്ലി നമ്മൾ വെണ്ണൂറൊക്കെ നോക്കിക്കൊണ്ട് തക്കാളി ഉണ്ടാവില്ല, കണ്ടുകൊണ്ട് തക്കാളിൻ്റെ തോല് എത്രയോ കൊല്ലങ്ങളിലുള്ള സാധനമാക്കണം. നമ്മളിങ്ങനെ ഇതിങ്ങനെ നടുവ് കൂടെ വരാം, ഇങ്ങനെ വരാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് പീസ് ഇട്ടോ, ഫുൾ കട്ട് പീസ്. എന്ത് കട്ടിങ്ങിലാ BTH പഠിച്ച കുട്ടികൾ കട്ടിയോ ഇങ്ങനെ. അടുത്ത ഇഞ്ചി ഉണ്ടോ? ഇങ്ങനെ ഇഞ്ചിൻ്റെ പരിപാടി എങ്ങനെ വരുമോ? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാട്ടാം. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. സംഭവം ഞാൻ കളിയാക്കാണില്ലേ, വ്ളോഗാരും കാണില്ല എന്നാണ്ട്. പക്ഷെ അടുത്ത കൊല്ലം സുഹൃത്തുക്കളെ ഞാനൊരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നല്ല രീതിയിലായിരിക്കും ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. വ്ളോഗുകളൊക്കെ പാടെ കണ്ട് സെറ്റായി കഴിഞ്ഞാൽ സെറ്റായി. ഇതുണ്ടോ ഇഞ്ചി സെറ്റായി. ഇങ്ങനെ പിടിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കിട്ടാൻ കാരണം തരുമോ? പണ്ട് പെരയിൽ ഉമ്മയും ബാപ്പയും ഇല്ലാത്ത സമയത്തേ ഇങ്ങനെ എന്ത് ചെയ്യും, വെറുതെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി പഠിച്ചിരുന്നു. പിന്നെ 9ാം ക്ലാസ്സിൽ ഇങ്ങനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അതാണ് എൻ്റെ ലൈഫ് ടേണിങ് മൊമെൻ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ടേണിങ് പോയിൻ്റ് ഒന്നും അല്ല കേട്ടോ, വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊണ്ടാക്കി. അന്ന് ഇതേപോലെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ്. അപ്പോൾ ആ ഹോസ്റ്റലിലത്തെ താത്താക്ക് ഇതേപോലെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഞാനും ചങ്ങായിമാരും ഓരോ ദിവസം ഓരോരുത്തർക്കും ഡ്യൂട്ടി. പക്ഷെ നമ്മൾ നേരത്തെ പോയി കഴിഞ്ഞാൽ പീസ കയറി കിട്ടും. അപ്പം നമ്മളവിടെ പോയി കണ്ട് ഇതേപോലത്തേക്ക് കൊടുക്കും. സംഭവം ഇരുന്നിട്ടേ അല്ല നെയ്ച്ചോറല്ലേ ഇപ്പോൾ വെക്കണ്.
കുറെ കാലം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഒരു പണിയെടുക്കാതെ ഇതൊക്കെ ഒഴിച്ചാൽ ഇങ്ങനെ കാട്ടുക, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും കുക്ക് ചെയ്യുമ്പോൾ. അങ്ങനത്തെ പെട്ട ആളാണ്. ഇതായി തുടങ്ങി. ജസ്റ്റ് ഒരു ഉള്ളി മെല്ലെ ചെറിയ ഉള്ളി ഇതാണ്. അങ്ങനെ സുഹൃത്തുക്കളെ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായി? ഉപ്പുണ്ടോ അവിടെ? ഇത് ചൂടില്ല ചെങ്ങായി. കറക്റ്റാ. അളക്കച്ചോണ്ട് ഈ ലാസ്റ്റ് ടുപ്പിയാൻ അറിയാം. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. പുള്ളി ചോറിൽ എനക്ക് ഉപ്പ് കുറച്ചാൽ മതി. സെറ്റല്ലേ? രണ്ടു പേർക്ക് സംസാരിക്കൂ. പറയണോ? മറ്റു വിഷയം പറയണോ? അത് വേറെ പ്രൊമോഷൻ കൊടുക്കാൻ. നല്ല ചൂടുണ്ട്. നല്ല വൈബ് വരിക. നല്ല വൈബ് പരിപാടിയാണ്. ഇതെങ്ങനെയാണോ വീട്ടിലൊക്കെ ചിക്കൻ പൊരിക്കുമ്പോഴേ നമ്മൾ പൈസ എടുത്ത് കൊണ്ടും ചെറുപ്പത്തിലൊക്കെ ആയിട്ടില്ല കുറച്ചിട്ട് തിന്നുമ്പോൾ ഇല്ല. അടച്ചിങ്ങാണ്ട് നേരെ അവിടെ അടച്ചിട്ടാ മതി. അവിടെ നെജ്ജ് പറഞ്ഞത് കറിക്കിലോ ഒക്കെ നമുക്ക് അതവിടെ മാറ്റിച്ചാണ്. അവിടെ മാറ്റിച്ചാണ്. സംഭവം വീഡിയോ എടുക്കാൻ നേരത്തിൽ വന്നേണ്ട ആളാണ്. നല്ല പണിയെടുത്തിരുന്നു. മറ്റേ നീ ഇത് കറി എന്റെ കറി കൂട്ടിട്ടാണ് ആ കാര്യത്തില് എന്റെ കുട്ടി ക്ലിയറാ. നോക്കാം കിട്ടില്ല.
അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നിസാമിൻ്റെ ചിക്കനും ബാപ്പുട്ടിൻ്റെ ചിക്കൻ കറിയും അതേപോലെ തന്നെ നല്ല കിടിലൻ നെയ്ച്ചോറും അടിപൊളിയാണ്. കരിവേപ്പിൻ്റെ അങ്ങനെ സ്മെല്ലുണ്ടല്ലോ, നല്ല അടിപൊളി സ്മെല്ല്. തട്ടടി കിട്ടും ഇങ്ങനെ സംഭവം നേക്കട്ടോ. ഈ സമയത്ത് സ്കോർ ചെയ്തടാ, രണ്ടെണ്ണം പാളിക്കണമെങ്കിലേ സംഭവം നേക്കാണ്. പിന്നെ ഉള്ളിയൊക്കെ വെട്ടി നല്ലതായതുകൊണ്ട് അടിപൊളിയാണ്. അവൻ്റെ ഇവിടെ നല്ല ചിക്കൻ്റെ കറി അടിപൊളി ഗ്രേവി വരുന്നുണ്ട്. ബിനു ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ ഫുള്ള് ഇതിൻ്റെ പതിര്, ലിവറ്, പിന്നെ ഇതിനൊക്കെ എന്താ പറയുക, എല്ലാ പീസും ഉണ്ട്. എല്ലാത്തരം പീസുകളും ഉണ്ട്. ബാപ്പുട്ടി അവിടെ നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് നേരെ വായൻ്റെലയിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഇനി ഫുഡ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെഞ്ഞുണ്ട്, കുത്തുണ്ട്. നമ്മൾ നേരെ വായ തങ്ങനെ ഈ പരിയില്ല ഓലോട് ചോദിച്ചാലോ. ഇനി താഴേക്ക് വെക്കണ്. വാറുണ്ണി ആയിക്കോട്ടെ. എന്നാലും ആ തീ കത്തുണ്ട് സാർ. ഇവിടെ എല്ലാവരും കൂടെ നോക്കിക്കാണി. അപ്പം ഇനി നെയ്ച്ചോറും ചിക്കൻ കറി പപ്പടം ഒക്കെ റെഡിയായി. ഞങ്ങൾക്ക് തൈരാണ്, പിന്നെ പപ്പടം പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പെൻസി കുഞ്ഞു. തൈര് തീ കിട്ടു. തൈരിലേക്ക് ഇനി ഉള്ളി സെറ്റ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് ഞാൻ അരിയും. 2 ഉള്ളി നിശാനോട് കൊണ്ടുവരാൻ പറയണം അവൻ്റെ വീട്ടിൽ നിന്ന്. പിന്നെ ചെറിയൊരു പുകച്ചിലുണ്ട്. സത്യം പറയാലോ ഭയങ്കര ഇതായിട്ട് ഡേഞ്ചർ ക്ലൈമറ്റേ. കാരണം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മഴ ചെയ്തിന്. പെട്ടെന്ന് പേരും ചൂട് ഇപ്പോൾ നമ്മൾ നിൽക്കണ ഈ ടൈമൊക്കെ. അപ്പോൾ സൽമാൻ ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റല്ല വായൻ്റെലാണ് സാമുദ ചിക്കൻ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും കുറച്ചേരം കൂടി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടൊന്ന് നല്ലൊരു പിടുത്തം പിടിക്കാം. അപ്പോൾ നമ്മളെ തൈര് ഇവിടെ റെഡിയാണ്. നമ്മളേക്ക് 2 ഉള്ളിയും ഷോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിശാനോട് അവൻ്റെ പെരിയിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഉള്ളി അങ്ങനെ നിശാൻ കൊണ്ടുവന്നു. ഇനി നമ്മൾ നേരത് പച്ചമുളക് ഉണ്ട്. 2 പച്ചമുളക് അടിക്കുക. നമ്മൾ അടിപൊളിയായിട്ട് ഇനി മുത്തുപ്പ അവർ 2 മുളക് കൊണ്ടുവന്നാ. മുളക് ആണല്ലേ. ചിക്കൻ പൊരി കഴിഞ്ഞു. ഇനി പപ്പടം പൊരിയിലാണ്.
നെക്സ്റ്റ് ആരാ എത്തത് ഇടല് ക്ലിയറാണല്ലോ ഞാൻ വിളിച്ചല്ലോ ഇടലാണ് ഇങ്ങോട്ട് സൗണ്ട് കേൾക്കാത്ത കളി കഴിഞ്ഞിട്ട് ഉടങ്ങി പോയി വാ ഞാൻ ഡ്രസ് മാറ്റി കേട്ടോ ഞാൻ ബിരിയാണി കഴിച്ചു എന്നെ കുറച്ച് കൊണ്ടുവന്നില്ല ഇല്ല ചിക്കൻ പീസ് മാത്രമല്ല ഒരു രണ്ടാക്കി എടുത്തച്ചാ ഞാൻ ആൾക്ക് ചോറിട്ടാ അടുക്കണ്ട് എടുക്കണ്ട് അറിയോ ഞാനോ എടാ തൈരുണ്ട് തൈരോടെ പാപ്പടം ചിലവായി അമ്മ ഇത് തൈരിട്ട് കൊടുത്താ മതിയോ ഓ രതീഷ് എങ്ങനെയുണ്ട് സൂപ്പർ പൂ പോലെ അല്ലേ സൽമാന്റെ ഇല സൂപ്പർ. എങ്ങനെയുണ്ട് സൂപ്പർ നോക്കിയോ ഇന്റെ പീക്കിന് ദേശം കറിയുന്നിട്ട് കൊടുത്തേ കുളി പിച്ച് കായപ്പല്ലോ അത് കണ്ടൊരു കുളി പിന്നൊരു ഫുഡ് പിന്നൊരു കളി അന്തിക്ക് വേറൊരു കളി ഒരു ജ്യൂസും കളി ഉറച്ചോ സൂപ്പർ. വന്നാലേ ഇതില് വായന്റെ എന്താ പിന്നെ എന്റെ അഭിപ്രായം അല്ലെങ്കിൽ ഫുള്ള് പാളിയില്ല അടുത്ത ഗസ്റ്റ് ആണ് ഒരു പണിക്കും കൂടാതെ ഫുഡ് കഴിക്കാൻ മാത്രം വരുന്ന ആള് രാവിലെ 10 മലയാളത്തിൽ പറഞ്ഞില്ലേ മോനോ ഭക്ഷണം കഴിക്കാൻ നേരത്തെ മാത്രം വരുന്ന പറയും ബ്ലോഗിൽ പെടുന്നേരും തെറ്റിപ്പോയത് ആമിന ശ്രദ്ധിക്കും മണലേറ്റിട്ട് ചോറ്റിട്ട് കളക്കിയാൽ ബാപ്പൊന്നോ അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് ചോറ് ബാക്കിയുണ്ട്, പക്ഷെ അടിപൊളിയാണ്. സാമും ബാപ്പുട്ടിയും ക്യാപ്റ്റൻസിയിൽ എല്ലാവരും അടിപൊളിയായിരുന്നു. സാമാണ് മെയിൻ കുക്ക്, ചോറ് വെച്ച് ബാപ്പുട്ടി എല്ലാവരും. അപ്പോൾ നമ്മളെ
ചോറ് വയ്ക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ബാക്കിൽ ഇങ്ങനെ ആക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അടുത്ത് നമ്മൾ പാത്രം കഴിക്കലാണ് അടുത്തത്. എത്താൻ വൈകി അപ്പൊ നമ്മള് സഹകരിക്കാം. നല്ല വെള്ളം. തീ കുറച്ച് വെള്ളം പറഞ്ഞാലോ. അപ്പോൾ ഇതൊക്കെ കഴുകി ഇതായി. അപ്പം ഇനി നമ്മൾ നേരെ കുറച്ച് പാത്രം ഞാൻ കൂടി കൊടുക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.